മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോയാണെങ്കിൽ മേഘനാഥൻ്റെ ചങ്ക് പൊട്ടുന്ന രീതിക്കുള്ള പ്രതികാരം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതാണെങ്കിൽ മേഘനാഥൻ്റെ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അങ്ങനെ മേഘനാണെങ്കിൽ കമലേശ്വരത്തിലേക്ക് പോകുന്നുണ്ട്. കണ്ണനോടും മഹാലക്ഷ്മിയോടും ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർ നേരെ പോകുന്നത് വാമദേവനെയും കാണാനാണ്. വാമദേവനോട് പറയുന്നത് മാർക്കോയാണ് മഞ്ജുവിനെ കൊണ്ടുപോയതെന്നുള്ള കാര്യം നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് അച്ഛ. അവനല്ല കൊണ്ടുപോയത്. എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന അല്ലെങ്കിൽ മഹാലക്ഷ്മിയെ വഴിതെറ്റിക്കാനായിട്ട് ഞാൻ ഏർപ്പാടാക്കിയ ആ സാഗർ ഉണ്ടല്ലോ, അവനാണ് മഞ്ജുവുമായിട്ട് കടന്നു കളഞ്ഞത് എന്ന് പറയുമ്പോൾ വാമദേവനും സീമന്തിനിയും ആകെ ഷോക്കാവാണ്. എന്ത്, ആ സാഗറിനോടൊപ്പമോ? അവനെപ്പോലെ ഒരുത്തിൻ്റെ കൂടെ എങ്ങനെയാണ് അവൾക്ക് ഇറങ്ങിപ്പോകാൻ തോന്നിയത്? അങ്ങനെ നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, ഇറങ്ങിപ്പോകാൻ മാത്രമല്ല അമ്മയെ ചെയ്തിരിക്കുന്നത്, അവരുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞെന്ന്. ഇത് കേൾക്കുന്ന അവർക്കാണെങ്കിൽ അത് അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞെന്നോ? അതെ, എത്രയും പെട്ടെന്ന് അവളെ ചെന്ന് വിളിച്ചു കൊണ്ടുവരാനായിട്ട് വാമദേവനും സീമന്തിനിയും പറയുമ്പോൾ ഇല്ല, മാർക്കോയാണ് അവർക്ക് സംരക്ഷണം നൽകിയിരിക്കുന്നത്, അതുകൊണ്ട് വിളിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല എന്ന് പറയും. എടാ, നമ്മുടെ കുടുംബത്തിൻ്റെ അഭിമാനമാണ് നഷ്ടപ്പെടാനായിട്ട് പോകുന്നത്. ഇത് 4 ആൾക്കാർ അറിഞ്ഞാൽ എന്താവും? നമ്മുടെ നാട്ടുകാരറിഞ്ഞാൽ തന്നെ ഇനി നമുക്ക് തല ഉയർത്തി നടക്കാനായിട്ട് പറ്റുമോ? 1 മാസം പോലും ആയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്, ഇതെന്തോന്നൊക്കെയാടാ ഈ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വാമദേവൻ പറയുകയാണ്, എൻ്റെ അനന്തരവൾ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. അവളെ അത്രത്തോളം വേദനിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഇറങ്ങിപ്പോകാൻ കാരണം. നിനക്ക് വഴിപ്പെട്ട ബന്ധങ്ങളുണ്ടായിരുന്നു, നിന്നെ മാത്രം മനസ്സിൽ മോഹിച്ച് നടന്നവളിൽ എന്നൊക്കെ ചോദിക്കുമ്പോൾ സീമന്തിരി പറയുന്നുണ്ട്, നിങ്ങൾ മിണ്ടിപ്പോകരുത്, അവൾ പോയത് നന്നായി, ഇനിയിപ്പോൾ നാട്ടുകാരുടെ മുഖം അത് നോക്കണം. അവൾ ഈ ഒരു ചതി ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. എത്രയൊക്കെ പറഞ്ഞാലും മേഘനാഥൻ്റെ താലി പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് അവൾ പോയത്. ഇപ്പോഴും അവർ നിയമപരമായിട്ട് ഭാര്യ ഭർത്താവാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ മേഘം പറയുന്നുണ്ട്, ഒന്ന് നിർത്താമോ, എല്ലാവരും കൂടി എൻ്റെ ജീവിതം നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ നേരെ പോകുന്നത് മറ്റാരുടെ അടുത്തേക്കല്ല, നമ്മുടെ പ്രതാപൻ്റെ അടുത്തേക്കാണ്. രാത്രിയാണ് മേഘനാഥൻ അവിടേക്ക് ചെന്ന് കയറുന്നത്. എന്നിട്ട് പ്രതാപിൻ്റെ മുന്നിൽ വെച്ച് പൊട്ടിക്കരയുന്നു. എടാ മോനെ, നീ വിഷമിക്കണ്ട, നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ആ മാർക്കോക്കൊപ്പമാണ് മഞ്ജു ഇറങ്ങിപ്പോയെന്നാണ് ഞങ്ങളും ആദ്യം തെറ്റിദ്ധരിച്ചത്. പക്ഷേ ഈ പറയുന്ന സാഗർ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഇതേ ആ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും പണി തന്നെയാണടാ. അവരെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണം. ഇനിയും നമ്മൾ വൈകിച്ചാൽ ശരിയാവില്ല. ഒരു കാര്യം ചെയ്യും, നീ മാർക്കോയ്ക്ക് പേരിൽ കേസ് കൊടുക്കണ്ട, ആ സാഗറിന് പേരിൽ കേസ് കൊടുക്ക്. അവനകത്ത് പോയാൽ ഉറപ്പായിട്ടും ആ മഞ്ജു നിന്നോടൊപ്പം വരും. കാരണം ഇപ്പോഴും അവൾ നിൻ്റെ നിയമപരമായിട്ടുള്ള ഭാര്യ തന്നെയാണ്. സ്വന്തം ഭാര്യയെ തട്ടിക്കൊണ്ടുപോയിട്ട് കല്യാണം കഴിച്ചു എന്നുള്ള രീതിക്ക് കേസ് കൊടുത്താൽ മതി. സാഗർ അകത്തായിട്ടുണ്ടെങ്കിൽ അവൻ ഒരുപാട് കാലമൊക്കെ അകത്ത് കിടക്കേണ്ട വകുപ്പ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. നമുക്കും പോലീസും കാര്യങ്ങളും നിയമമൊക്കെ അറിയുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു. ഇത് കേട്ട് മേഘനാഥൻ പറയുന്നുണ്ട്, ഇപ്പം നടന്ന ഒരു കാര്യങ്ങളും എനിക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവളിങ്ങനെ ചെയ്യുമെന്നൊന്നും ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ്. ഏട്ടാ മോനെ, നീ കരയാതിരിക്കുക. ഈ പറയുന്ന ആരും നിന്നെ കൈവിടാനായിട്ട് പോകുന്നില്ല. ഞാനും ഉണ്ണിയും അതുപോലെ കരുണയും എല്ലാവരും നിനക്കൊപ്പം ഉണ്ട്. ഇപ്പോൾ നിൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിലും എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലേ, നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ മേഘനാഥനോട് പറയുകയാണ്. എന്നാലും ആ സാഗർ, അവനെ എനിക്ക് പോലീസിൽ അറസ്റ്റ് ചെയ്യിപ്പിച്ച് അകത്ത് കയറ്റല്ല വേണ്ടത്, പകരം എനിക്ക് അവനെ കൊല്ലണമെന്നൊക്കെ പറയുമ്പോൾ എടാ, ഇപ്പം നമ്മുടെ സമയം അത്ര ശരിയല്ല. ഇപ്പോൾ എപ്പോഴും നമുക്ക് പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് മിണ്ടാതിരിക്കും, നിയമപരമായിട്ട് മുന്നോട്ട് പോകാമെന്നൊക്കെ പറയുന്നു. എന്നാലും അങ്കിൾ എന്ത് ഈ പറയുന്നത്? ഇന്ന് രാത്രി അത് വല്ലാത്തൊരു രാത്രിയാണെന്നൊക്കെ പറയുന്നു. ഇത് കേട്ടിട്ട് പ്രതാപം പറയുന്നുണ്ട്, നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നീ ഒന്ന് സഹിക്കട മോനെ. പിന്നെ നീയും കുറച്ച് ശ്രദ്ധിക്കണമായിരുന്നു. നിൻ്റെ വഴിപ്പെട്ട ബന്ധങ്ങൾ കാരണം കൊണ്ടല്ലേ അത് അവൾ തെളിവ് സഹിതം പൊക്കിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ മഞ്ജുവിനെ പോലുള്ള പെണ്ണ് ഒരിക്കലും നിന്നെ വിട്ട് പോവില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ മേഘനാഥനാണെങ്കിൽ പൊട്ടിക്കരയുന്നുണ്ട്. പിന്നീട് മാർക്കോയാവട്ടെ നമ്മുടെ മഹാലക്ഷ്മിയെയും കണ്ണനെയും കാണാനായിട്ട് എത്തുകയാണ്. ഈ സമയം കണ്ണനും മഹാലക്ഷ്മിയും മഞ്ജുവിൻ്റെ ഒരു ജീവിതം ആലോചിച്ച് ആകെ ആശങ്കയിലാണ്. കണ്ണനോട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട, ഇനി അവളുടെ ജീവിതം എന്താവും? ഒരുത്തനെ വിട്ട് ഒരുത്തനോടൊപ്പം ഇറങ്ങിപ്പോയത് അത് അതിലേക്കാൾ വിഷം പിടിച്ചവൻ്റെ ഒപ്പമാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കണ്ണേട്ട? മഞ്ജുവിൻ്റെ ഏട്ടനും മേടത്തിയല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അവൾക്ക് അത്രത്തോളം സങ്കടമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. അവളെന്നെ തീരുമാനിച്ചു, അവളെന്നെ നടപ്പിലാക്കി. അങ്ങനെ അവിടേക്ക് മാർക്കോ വരികയാണ്. എന്നിട്ട് മഹാലക്ഷ്മിയോട് കണ്ണനോട് വീണ്ടും മാപ്പ് ചോദിക്കുന്നുണ്ട്, എന്നെ നിങ്ങൾ ഒരിക്കലും അകറ്റി നിർത്തരുത്, ഞാൻ ഉറപ്പ് തരുന്നു സാർ, ഒരിക്കലും ഇനിയും സാഗർ മഞ്ജുവിനെ വിട്ട് കളയത്തില്ല, അവൻ പൊന്നുപോലെ നോക്കുമെന്നൊക്കെ പറയുക. ഇത് കേട്ടിട്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട്, മാർക്കോയ്ക്ക് ആ സാഗറിനെ കുറിച്ച് അറിയാത്ത കേടാണ്, അവൻ ഒരിക്കലും മഞ്ജുവിനെ പൊന്നുപോലെ നോക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ അവനും ബന്ധങ്ങളുണ്ടോ, അതിൽ കുഞ്ഞുങ്ങളുണ്ടോയെന്നും കൂടിയും അറിയേണ്ടതുണ്ട്, അതും കൂടിയും അന്വേഷിച്ച് കണ്ടെത്തിയാൽ നല്ലതെന്ന് പറയുമ്പോൾ അവനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു, അവനങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവനാണ്, പെണ്ണുങ്ങളായിട്ട് ബന്ധം ഉണ്ടായിരുന്നുവെങ്കിലും അവന് മറ്റു തരത്തിലുള്ള ഒരു നൂലാമാലകളില്ലെന്ന് പറയുന്നു. സത്യമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ, ഞാൻ അന്വേഷിച്ചിട്ട് തന്നെയാണ് സാറിൻ്റെ പെങ്ങളെ അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്.
എനിക്കും മഞ്ജുവിനോട് ഒരു കടപ്പാടൊക്കെ ഉണ്ടല്ലോ, സാറിൻ്റെ മഹാലക്ഷ്മിയുടെയും പെങ്ങളാണല്ലോ എന്ന് പറയുന്നു. എന്തായാലും മാർക്കോ എടുത്തു ചാടിയത് വളരെ മോശപ്പെട്ട ഒരു കാര്യമായി പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കട്ടെ, അവളുടെ ജീവിതം അല്ലെങ്കിൽ അവളുടെ ദാമ്പത്യം നല്ല രീതിക്കാണ് പോകുന്നതെന്ന് ഞാനൊന്ന് നിരീക്ഷിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ മാത്രമേ അംഗീകരിക്കാനാവുള്ളൂ എന്നൊക്കെ പറയുന്നു. മതി സാർ, ഇനി സാഗറാണ് കഴിവ് തെളിയിക്കേണ്ടത്, അവൻ ഉറപ്പായിട്ടും മഞ്ജുവിനെ പൊന്നുപോലെ നോക്കുമെന്നൊക്കെ പറയുന്നു. എന്തായാലും മാർക്കോയെ ഞങ്ങൾ വിട്ടുകളയാനൊന്നും പോകുന്നില്ല, മാർക്കോനെ അതാലോചിച്ച് ടെൻഷൻ അടിക്കരുത്. പിന്നെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങളെക്കുറിയും ഒന്ന് അറിയിക്കണം, അറിയാമല്ലോ ഇപ്പം മാർക്കോ ചെയ്തത് വലിയൊരു മണ്ടത്തരമാണെന്നൊക്കെ പറയുന്നു. പിന്നെ മാർക്കോ ഇനി സൂക്ഷിക്കണം, എല്ലാവരും ഞങ്ങൾക്ക് എതിരെയാണ് നിൽക്കുന്നത്, ഞാനും മഹാലക്ഷ്മിയും അറിഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം നടന്നിരിക്കുന്നുവെന്ന് പറയുന്നു. ഇനി പ്രതാപനും മേഘനാഥനും ആരും തന്നെ ഒതുങ്ങിയിരിക്കാനായിട്ട് പോകുന്നില്ല, അവർ കൂടുതൽ പണികൾ തരാനേ ചാൻസ് ഉള്ളൂ. അതുകൊണ്ട് ഓരോ നിമിഷവും സൂക്ഷിച്ച് വേണം മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, ഇന്ന് അവൻ എന്നെ കാണാനായിട്ട് വന്നിരുന്നു, അവൻ എന്നെ കൊല്ലാനുള്ള ആൾക്കാരുമായിട്ടാണ് എത്തിയത്, എന്നിട്ടോ എന്നിങ്ങനെ മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് എല്ലാത്തിനെയും ഞാൻ അടിച്ചോടിച്ചു, പിന്നെ അവൻ തൂക്കും മറ്റുമായിട്ടാണ് വന്നത്, ആ ആയുധം ഞാനങ്ങ് കൈക്കലാക്കി, എന്തായാലും അവന് ഞാൻ വേണ്ടത് കൊടുത്തിട്ടുണ്ട്, അവൻ അതുമായിട്ടാണ് പോയിരിക്കുന്നത്, ഇനി അറിയിക്കേണ്ട എല്ലാവരെയും അവൻ അറിയിച്ചിട്ടുണ്ടാവും. പിന്നെ പെട്ടെന്നൊന്നും നിങ്ങളുടെ അടുത്തേക്ക് ഇനി ആരും അവൻ ആരെയും വിട്ടയക്കില്ല, കാരണം എന്നെ നല്ല പേടിയുണ്ട്, പിന്നെ സാഗറിനെയും മഞ്ജുവിനെയും ഉപദ്രവിക്കാൻ പോകരുതെന്ന് ഞാൻ അവന് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവർക്കൊരു അവസരം കൊടുത്തു നോക്കാം, അതായത് സാഗറിനും മഞ്ജുവിനും ജീവിക്കാൻ ഒരു അവസരം കൊടുക്കാമെന്ന് മാർക്കോ പറയുകയാണ്. ആയിക്കോട്ടെ എന്നിങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാഗറിൻ്റെയും മഞ്ജുവിൻ്റെയും ആദ്യരാത്രിയാണ്. സാഗറാണെങ്കിൽ ഒത്തിരി പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഇരിക്കുന്നത്, അവൻ ഒരിക്കലും മഞ്ജുവിനെ ചതിക്കില്ല എന്ന് തോന്നുന്നു. അങ്ങനെ സാഗർ മഞ്ജുവിനെ കാത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ സമയം അവിടേക്ക് മഞ്ജു ആണെങ്കിൽ ഒരു ഗ്ലാസ് പാലുമായിട്ട് വരുന്നുണ്ട്. സാധാരണ നാണം കുണിയും കൊണ്ട് തന്നെയാണ് എത്തുന്നത്. അങ്ങനെ സാഗർ ചോദിക്കുന്നുണ്ട്, നിനക്കെന്നെ വിശ്വാസമില്ലായ്മ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മേഘനാഥനേക്കാൾ കൂടുതൽ എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ വിശ്വാസം ഒരിക്കലും തകർക്കരുത്, കാരണം ഞാൻ എല്ലാവരെയും വിട്ടിട്ടാണ് വന്നിരിക്കുന്നത്, എൻ്റെ ഏട്ടനോടോ ഏടത്തിയോടോ ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞില്ല, ആദ്യം അവർ എതിർത്ത ബന്ധത്തിനെയായിരുന്നു ഞാൻ സ്വീകരിച്ചിരുന്നത്, പിന്നെ ഈ പറയുന്നത് പോലെ സാഗർ എന്നോടെല്ലാം തുറന്നു പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു വിശ്വാസമുള്ളത്. ഇനി ഏടത്തിയോടും ഏട്ടനോടും നമ്മുടെ ജീവിതത്തിലൂടെ തെളിയിച്ചു കൊടുക്കാമെന്നൊക്കെ മഞ്ജുവും സാഗറും തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ എല്ലാ അർത്ഥത്തിലും ഒന്നാവാൻ തന്നെ തീരുമാനിക്കുന്നു. എന്തായാലും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് മാർക്കോയ്ക്കും മഞ്ജുവിൻ്റെയും നമ്മുടെ സാഗറിൻ്റെയും ജീവിതത്തിലുള്ളത്. കാത്തിരിക്കാൻ നമുക്ക് പുതിയ എപ്പിസോഡുകൾക്കായിട്ട്. ബൈ.